മുൻ മന്ത്രി KT ജലീൽ കുട്ടികളെ വിമർശിച്ചതും ശാസിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബാലാവകാശ കമ്മീഷൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കും. മാധ്യമങ്ങളിലൂടെ വരുന്ന കാര്യങ്ങളായാലും മറ്റ് പത്രമാധ്യമങ്ങളിലൂടെ വരുന്ന കാര്യങ്ങളായാലും ഒക്കെ തന്നെ സ്വാഭാവികമായിട്ടും കമ്മീഷൻ്റെ ഒരു നടപടി എന്നുള്ള നിലയിൽ കമ്മീഷൻ അപ്പോൾ തന്നെ സ്വമേധയാ ആ കേസ് രജിസ്റ്റർ ചെയ്യും. അതിൽ നമ്മൾ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് വന്ന് കഴിഞ്ഞാൽ മാത്രമേ ഇതിനകത്ത് ഇനി എന്ത് നടപടി സ്വീകരിക്കണമെന്നുള്ള തീരുമാനം കമ്മീഷൻ എടുക്കുകയുള്ളൂ. അത് സാധാരണഗതിയിലുള്ള ഒരു നടപടിക്രമമാണ്. എവിടെയും എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ശ്രദ്ധയിൽപ്പെട്ടാൽ സ്വാഭാവികമായിട്ട് അതിനകത്ത് നമ്മൾ റിപ്പോർട്ട് ആവശ്യപ്പെടും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി നടപടികൾ ഉണ്ടാവുക. ഈ മണ്ണാർക്കാട് പരിപാടിയിൽ KT ജലീൽ കുട്ടികളെ വേദിയിലേക്ക് നിർത്തി അതിൽ ഒരു അപമാനിതരായി എന്നതാണോ പ്രാഥമികമായ കുട്ടികൾ അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് പോയെന്നാണോ ബാലാവകാശ കമ്മീഷൻ മനസ്സിലാക്കി? അല്ല, അങ്ങനെ ഉണ്ടോ എന്നുള്ളതിന് എനിക്കറിയില്ല. കാരണം ഞാനത് മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ ഒരു വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു നടപടി സ്വീകരിച്ചെന്നേ ഉള്ളൂ. അതിൽ കുട്ടികൾക്ക് അപമാനം ഉണ്ടായോ എന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ അത് പരിശോധിക്കുക. റിപ്പോർട്ട് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് അടിയന്തരമായിട്ട് സമർപ്പിക്കും. ആ സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും തരത്തിൽ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. കുട്ടികളുടെ ഭാഗത്ത് നിന്ന് കുട്ടികൾക്ക് പരാതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വിഷമമുണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിയമ നടപടി കുട്ടികൾ അങ്ങനെ അവർക്കൊരു പരാതി ഉണ്ടെങ്കിൽ ആ കാര്യത്തിൽ നടപടി സ്വീകരിക്കാം. അതിനകത്ത് കുട്ടികൾക്ക് പരാതിയൊന്നുമില്ലെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെ ഒരു പ്രയാസം നേരിട്ടിട്ടില്ല എന്നവർ പറയുകയാണെങ്കിൽ നമുക്ക് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് സ്വാഭാവികമായ തടസ്സമുണ്ടല്ലോ. കുട്ടികളുടെ മൊഴി എടുക്കുമോ? അത് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോട് അതടക്കം പരിശോധിച്ചാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ KV മനോജ് കുമാറാണ് മാധ്യമങ്ങളെ കണ്ടത്.